ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പോളണ്ടിലെ ന്യൂ ഇമിഗ്രേഷൻ റൂൾസിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ടു കിച്ചൂസ് വ്ളോഗ്സ്. വീഡിയോ എന്ന് വെച്ചാൽ 2025 പോളണ്ടിന്റെ ഇമിഗ്രേഷനിൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ജാനുവരി 1 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. സോ പോളണ്ടിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും വർക്കേഴ്സിനാണെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ അവർക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാം മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പോളണ്ടിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോളണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ് പോളണ്ട്. നമുക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കമ്പനീസിലൊക്കെ നമുക്ക് ഫുൾ ടൈം വർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പോളണ്ടിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് പോളണ്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് വർക്ക് പെർമിറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് പോളണ്ടിൽ വർക്ക് പെർമിറ്റ് സെപ്പറേറ്റ്ലി വേണമെന്നാണ് പോളണ്ടിന്റെ പുതിയ റൂള് വന്നിരിക്കുന്നത്. അപ്പൊ നാട്ടിൽ നിന്ന് നിങ്ങൾ സ്റ്റുഡന്റിനായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോളണ്ടിലേക്ക് വന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റുഡന്റ് സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റുഡന്റ് സ്റ്റാറ്റസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വർക്ക് പെർമിറ്റും നിങ്ങൾ കാണിക്കേണ്ടതാണ്. അങ്ങനെ കാണിക്കാത്ത വശം അത് നിങ്ങൾക്ക് ഇലീഗൽ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇനി പോളണ്ടിലേക്ക് 2025 അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാം തന്നെ ഈ ഒരു വർക്ക് പെർമിറ്റും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സെക്കൻഡ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്റ്റുഡൻസിന്റെ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോളണ്ടിലേക്ക് ഇപ്പൊ സ്റ്റുഡൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 30,000-ലധികം വിസാസ് ആണ് എംബസീസ് പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വരാൻ നിൽക്കുന്ന ഫോറിൻ സ്റ്റുഡൻസിന് അവർ കുറെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. നിങ്ങൾ ഒരു +2 കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് എടുക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം. ഒരിക്കലും നിങ്ങൾ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചൊന്നും ഒരിക്കലും നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നന്നായിട്ട് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു എംബസി നമുക്ക് വിസ അപ്രൂവ് ചെയ്ത് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂസിന്റെ പേരിൽ നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒരു അപ്പീൽ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്കായിട്ട് ഉണ്ടാകാനാണ് ചാൻസസ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എംബസിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് വർക്കേഴ്സിന്റെ അടുത്താണ്. നാട്ടിൽ നിന്ന് പോളണ്ടിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിക്ക് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് നിർബന്ധമായിട്ട് വേണം. എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളണ്ട് ലേബർ ലോ ഡയറക്റ്റ് ആയിട്ട് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക് പെർമിറ്റ് ആണ് ഈ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം 1 ഇയറിൽ നിന്നാണ് അതൊരു സ്റ്റാർട്ടായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സിവിൽ കോൺട്രാക്റ്റും ഉണ്ട്. സിവിൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 4 മന്ത് 5 മന്ത് ആ ഒരു റേഞ്ചിൽ കിട്ടുന്നതാണ് സിവിൽ കോൺട്രാക്ട്. സിവിൽ കോൺട്രാക്ട് എന്ന് വെച്ചാൽ സിവിൽ കോഡാണ് ആ ഒരു കോൺട്രാക്ട് നമുക്ക് അലൗ ചെയ്ത് തരുന്നത്. അതായത് പോളിഷ് ലോ ലേബർ ലോ നമുക്ക് അത് പെർമിറ്റ് ചെയ്ത് തരുന്നില്ല. സിവിൽ കോഡായിരിക്കും ആ ഒരു സിവിൽ കോൺട്രാക്ട് നമുക്ക് പെർമിറ്റ് ചെയ്ത് തരുന്നത്. ആ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ സിക്ക് ലീവിനുള്ള നമുക്ക് പെയ്ഡ് ആയിട്ട് അവർ തരില്ല എമൗണ്ട്. പക്ഷെ മറിച്ച് നിങ്ങൾ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് ഇപ്പൊ സിക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സിക്കിന്റെ ലീവിന്റെ എമൗണ്ട് എല്ലാം കമ്പനി തന്നെ നിങ്ങൾക്ക് പേ ചെയ്ത് തരുന്നതാണ്. അപ്പൊ അതാണ് ഈ ഒരു കോൺട്രാക്റ്റിന്റെ വ്യത്യാസം. അപ്പൊ ഇനി മുതൽ ജാനുവരി മുതൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് മാത്രമേ എംബസി സ്വീകരിക്കുള്ളൂ. സിവിൽ കോൺട്രാക്ട് അവര് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വർക്ക് പെർമിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കമ്പനിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളൊന്ന് എടുത്തു വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പോളണ്ടിൽ വർക്കിനായിട്ട് വന്നിട്ട് ഇപ്പൊ ഒരു കമ്പനിയുടെ പെർമിറ്റിൽ വന്നതിന് ശേഷം ആ ഒരു കമ്പനിയിൽ കയറാതെ മറ്റു വേറെ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യുന്ന കുറെ രീതികളെല്ലാം പോളണ്ടിലുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ പോളണ്ടിന്റെ സിസ്റ്റം വെച്ചിട്ട്
ഒരു കമ്പനിയിൽ നിന്ന് എത്ര വർക്ക് പെർമിറ്റ് ആണ് അവർ പെർമിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ആ ഒരു കമ്പനിയിൽ എത്ര സ്റ്റാഫ്സ് ആണ് വർക്ക് ചെയ്യുന്നത് എന്നതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ പോളണ്ട് ഗവൺമെന്റിന്റെ സിസ്റ്റത്തിൽ അവർ അപ്ഡേറ്റ് ആക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കമ്പനിയിലേക്കാണ് വരുന്നതെങ്കിൽ ആ ഒരു കമ്പനി ലൈസൻസ്ഡ് കമ്പനി ആണോ എന്നെല്ലാം നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു കമ്പനിയിലേക്ക് വർക്കിന് വരാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഇവിടെ വന്നതിന് ശേഷം ആ ഒരു കമ്പനിയിൽ കുറെ ഇഷ്യൂസ് വന്നിട്ട് ജോലി പോകാൻ ചാൻസ് ഒക്കെ ഉണ്ടായേക്കണ ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പോളണ്ടിലേക്ക് കയറി വരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ രണ്ടാമത് എനിക്ക് വർക്കേഴ്സിന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇനി മുതൽ ജാനുവരി മുതൽ വർക്ക് പെർമിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡിജിറ്റലൈസേഷൻ ആക്കി എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. ഡിജിറ്റലൈസേഷൻ ആക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് വർക്കേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഇതും അതുപോലെ നിങ്ങൾക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ടഫ്നെസ് ഒക്കെ കുറഞ്ഞ് കുറച്ചും കൂടി ഈസി ആക്കുകയാണ് ഗവൺമെന്റ്. അങ്ങനെ ഒരു സംഭവം കൂടി വർക്കേഴ്സിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ പോലെ ഒരുപാട് വർക്കേഴ്സിനെ അവർ എടുക്കുന്നില്ല. വർക്കേഴ്സിനുള്ള വർക്ക് പെർമിറ്റും അവർ കുറച്ചും കൂടി മിനിമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പോളണ്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ജോബ് വേക്കൻസീസ് എന്തൊക്കെയാണോ അതിലേക്ക് ഈ എംപ്ലോയീസ് ആപ്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് അവർ ആ ഒരു വിസ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഞാൻ ആ ഒരു വർക്ക് എന്ന് ഉദ്ദേശിച്ചത് സ്കിൽഡ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ വെൽഡേഴ്സ്, കാർപ്പൻറ്റേഴ്സ് പോലത്തെ ആൾക്കാർക്കാണ് കുറച്ചും കൂടി ജോബിന്റെ സ്കോപ്പ് കൂടുതൽ. അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫാക്ടറിയിൽ പാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫിഷ് കമ്പനീസിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനീസിൽ വർക്ക് ചെയ്യുക, ഇതൊക്കെയാണ് അൺസ്കിൽഡ് ലേബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അൺസ്കിൽഡിനേലും കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനാണ് പോളണ്ടിൽ കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. കാരണം പ്രോപ്പർ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അത് റിജക്ഷൻ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത് ബ്ലൂ കാർഡിനെ കുറിച്ചിട്ടാണ്. നമുക്ക് പോളണ്ടിൽ ഒരു 5-6 ഇയേഴ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ കാർഡ് കിട്ടും. അപ്പോൾ അതിലും കുറച്ച് വേരിയേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ പോളണ്ട് എംബസി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ പോളണ്ടിലേക്ക് വരാൻ നിൽക്കുന്ന വർക്കേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പോളണ്ടിനെ കുറിച്ചിട്ട്. അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. ഇതുപോലത്തെ എനിക്കറിയുന്ന കാര്യങ്ങളായിട്ട് പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ് ഗ്രീഷ്മ സുജിത്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഓൾ.